ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഫുഡ് വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ കണ്ണൂരേക്ക് പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ. കണ്ണൂർ എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ കൂടെ പോകുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ എമൂസിത ഓൻ്റെ ജേഴ്സി ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓനിക്ക് ഇത് വേണോ എന്ന് പറഞ്ഞിട്ട് ഇതിട്ടിട്ടുണ്ട്. ഓൻ്റെ സ്കൂളിൻ്റെ പേരൊക്കെ ഉണ്ട്, ബേക്കിൽ ഓൻ്റെ പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോട്ടോന് വേണ്ടി ഫോസ് ചെയ്യുന്ന കോലാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ വീടിങ്ങ് ഉള്ളോട്ടാണ് കേട്ടോ. കായലോട് ഇങ്ങനെ ഉള്ളോട്ടായിട്ട് കയറണം. നമ്മളിതാ ഇവിടെ നമ്മൾ കായലോട് ടൗണിലെത്തി. നമ്മളെ മമ്പർ വഴിയാണ് ഇങ്ങനെ കണ്ണൂരേക്ക് പോകുന്നത്. കണ്ണൂർ ഉപ്പാക്ക് പണ്ടേ സാധനം വാങ്ങിക്കൽ, ഉപ്പ കണ്ണൂർ കോഴിക്കോട് നിന്ന് സാധനം എടുക്കാൻ വേണ്ടി പോകാറ്. അപ്പോൾ കൂടെ ഞാനും ഉമ്മയും എപ്പോഴും ഉണ്ടാകാറുണ്ട്. പണ്ടേ ഒരുമിച്ചിട്ട് തന്നെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഉപ്പ ഒറ്റക്കായിട്ട് ഇങ്ങനെ പോകില്ല, സാധനം എടുക്കാനൊക്കെ പോകുന്നത് അധികം രാത്രി ടൈമിലാണ് പോകുക. ഒറ്റക്കായിട്ട് പോകാറില്ല, കുറവ് തന്നെയാണ് ഒറ്റക്ക് പോകാറുള്ളത്. അധികം ഒന്നിക്ക് ഉമ്മാനെ ഒന്നിക്ക് അന്യെ കൂട്ടും. അതൊക്കെ രണ്ടുപേരും ഒരുമിച്ച് കൂട്ടൽ തന്നെയാണ് പതിവ്. ഒറ്റക്കായിട്ട് പോകാറേ ഇല്ല. കാരണം ഉപ്പ വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്ക് നമ്മളെപ്പാടും അങ്ങ് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എമ്മൂസും ഉള്ളത് കൊണ്ട് ഓനെയും കൂടി കൂട്ടും. അപ്പോൾ ഓനിക്കും ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ വണ്ടിയിലിരിക്കും, സാധനം ഇങ്ങനെ വാങ്ങിക്കും, വരുമ്പോൾ ഇങ്ങനെ ഫുഡും കഴിച്ചിട്ട് വരും കേട്ടോ. ചില സമയം ഫുഡ് കഴിക്കും, കഴിക്കാറില്ല. അധികം കഴിക്കൽ തന്നെയാണ്, കാരണം അധികം ലേറ്റായി പോകുന്നുണ്ട് കഴിക്കൽ തന്നെയാണ്. വീട്ടിൽ ഫുഡൊക്കെ ആക്കിയിട്ട് വെച്ചിട്ട് പോകുന്നതാണെങ്കിൽ കഴിക്കാറില്ല. ഇപ്പം റൂട്ടൊക്കെ മാറിയിട്ടാണ് ഉള്ളത് കേട്ടോ. കണ്ണൂർ ഇങ്ങനെ റോട്ടിൻ്റെ പണി എടുക്കുന്നത് കൊണ്ട് റൂട്ട് മൊത്തം മാറിയിട്ട് ഒന്നും തിരിയാത്ത അവസ്ഥയാണ് കേട്ടോ. രാത്രിയായതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് അങ്ങും ഇങ്ങലായിട്ട് മൊത്തത്തിൽ മാറിയ അവസ്ഥയാണ്. കുറേ ആയി പണി നടക്കുന്നത്, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല പണി. അതുകൊണ്ട് ഏതെല്ലോ റൂട്ട് മാറിയിട്ടാണ് കണ്ണൂർ ടൗണിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പണ്ടേ ഇങ്ങനെ ഉപ്പാൻ്റെ ഒപ്പം പോകുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാട്ടോ എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയും, വെറുതെ എന്തിനാ ഉപ്പാൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നത്, വെറുതെ ഇരുത്തിയിട്ട് എന്നാ വേണ്ടതെന്നൊക്കെ പറയുമോ. നമ്മളെ കുടുംബക്കാരായിക്കോട്ടെ, നമ്മളെ നാട്ടുകാരായി ഇങ്ങനെ പറയും, വെറുതെ എന്തിനാ വണ്ടിയിലിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മളെ കൂടെ ഇങ്ങനെ വെറുതെ നമുക്ക് ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ഇങ്ങനെ വെറുതെ വണ്ടിയിലിരുന്നാലും ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ കൂടെ ഇങ്ങനെ പോകുന്നത് വേറെ തന്നെ ഒരു സന്തോഷമല്ലേ. വെറുതെ എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ്. വീട്ടിലിരിക്കുന്നതിനും കാട്ടി യാത്ര ചെയ്യുന്നതിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് വെറുതെ വണ്ടിയിലിരുന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മാക്ക്. വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, വെറുതെ കൂടെ അങ്ങനെ പോവുക, ഒരു സന്തോഷമല്ലേ. അതുപോലെ തന്നെയാണ് എൻ്റെ മോനിക്കോട്ടെ, അങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മളിതവിടെ ടൗണിലെത്തി. നമ്മളിപ്പോൾ അധികം പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, അധികം കണ്ണൂരിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ടൗണിനെയും കാട്ടി വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിനെല്ലാം നല്ല റേറ്റ് വ്യത്യാസമാണ് നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ്. പണ്ടേ ഇതന്നെയാണ് കേട്ടോ പതിവ്. നമ്മളെ ടൗണ്, നമ്മൾ പണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടൗണ് മട്ടന്നൂരാണ് വരുന്നത്. ഇപ്പം നമ്മൾ കൂത്തുപറമ്പിലാണ് നമ്മുടെ ടൗണ്. പക്ഷേ നമ്മൾ അധിക സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ നല്ല ലോങ്ങെല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ കണ്ണൂർ എനിക്ക് അടുത്തായിട്ടാണ് തോന്നാറ്. കാരണം അധികം പോകുന്നത് കൊണ്ടായിരിക്കും. അധികം ഞായറാഴ്ചകൾ നമ്മൾ കണ്ണൂർ പോകാറുണ്ട്. കാരണം ഉപ്പാൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ബീച്ചിലും അങ്ങനെ ഇങ്ങനെയെല്ലാം പോക്ക് കുറച്ച് കുറവ് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കായിട്ട് പോകും, പക്ഷേ ഇങ്ങനെ സാധനം എടുക്കാനായിട്ട് നൈറ്റ് അധികം പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് ഉപ്പാൻ്റെ ഓരോ ഷോപ്പിൽ ഓരോ സാധനങ്ങൾ ഓരോ ഷോപ്പിൽ നിന്ന് അങ്ങനെ ഓരോ പണ്ട് മുതലേ എടുക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എമൂസ് നല്ല ഹാപ്പി, നല്ല ഓനിക്ക് ഭയങ്കര ചിരിയാണ് ഇങ്ങനത്തെ കാര്യം. അപ്പോൾ ഓൻ്റെ സൈക്കിളിൻ്റെ വേണ്ടിയിട്ടില്ല ഓണ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരേ ഓണ് വാങ്ങിക്കൽ തന്നെയാണ് കേട്ടോ. എൻ്റെ പൊട്ടിക്കും പിന്നെയും വാങ്ങിക്കും, പൊട്ടിക്കും പിന്നെയും വാങ്ങിക്കും. ലൈറ്റ് അടക്കമുള്ള ഓണാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ മിക്സി ഉണ്ടല്ലോ, അത് യൂട്യൂബിലൊക്കെ കാണാൻ ഇങ്ങനെ മിക്സി ഇങ്ങനെ ഈ ചെറിയ ഇല തട്ടിയിട്ട് ഒരു ഗ്ലാസ്സൊക്കെ അടിച്ചിട്ട് ആക്കുന്ന മിക്സിൻ്റെ. അപ്പോൾ ഉപ്പ ഇങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. ഞാൻ ചോദിച്ചിട്ടില്ല, അപ്പോൾ ഇത് വേണമെന്ന് ചോദിച്ചു. അന്നേരമാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ടത് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോയിൽ എടുക്കാമല്ലോ. അപ്പോൾ ഈ വീഡിയോ കുറേ ആയി എടുത്ത് വെച്ചിട്ട്, കുറേ മുന്നേ പോയ വീഡിയോ ആണ് കേട്ടോ. കണ്ണൂർ എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ മടിയായിട്ട് വെച്ച വീഡിയോസാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരു മൂഡ് വന്നപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടുന്ന് വിട്ടിട്ടുണ്ട്. ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പണ്ട് മുതലേ കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. ആദ്യം ഇത് തട്ടുകട പോലെയായിരുന്നു, ഇപ്പോൾ ഇത് ഹോട്ടലാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ടേസ്റ്റിലൊന്നും ഒരു മാറ്റിയില്ല കേട്ടോ. ഹോട്ടലാക്കി മാറ്റിയില്ലെങ്കിലും പണ്ട് മുതലേ
മുതലേ കാട ഫ്രൈയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ കാട ഫ്രൈയും നെയ്പ്പത്തിരിയും. അപ്പോൾ ഇപ്പോൾ ഇത് കഴിക്കുന്നതാണ് ഞാൻ ഇതൊന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കീ പൊറോട്ടൊക്കെ ഓർഡർ ചെയ്ത്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് കണ്ടു നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ കാണാം. ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല, അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. നല്ല പണി കിട്ടി, ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സാധാ പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈ അതൊക്കെയാണ് ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ മിക്സാക്കിയത് എനിക്ക് അത്ര പിടിച്ചിട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾ കാട ഫ്രൈ തന്നെയാണ് കേട്ടോ സൂപ്പർ, നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ കാട ഫ്രൈ. അപ്പോൾ ഇന്നത്തെ കണ്ണൂർ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് പറയാനും ഒന്നും മറക്കല്ല കേട്ടോ. ബൈ ബൈ.